അടുത്തതായിട്ട് നമ്മളൊരു വെയർ ഹൗസ് അല്ലെങ്കിൽ ഒരു പിക്കപ്പ് ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. പിക്കപ്പ് ലൊക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഇൻ്റഗ്രേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഷിപ്പിംഗ് സർവീസസ് ആയിട്ട് എന്തെങ്കിലും ഇൻ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ അതിന് പിക്കപ്പ് ലൊക്കേഷൻ, അതല്ല ഇൻ്റഗ്രേഷൻ ഇല്ലെങ്കിൽ നമ്മുടെ ലേബിളിൽ വരുന്ന നമ്മുടെ ഫ്രം അഡ്രസ്, നിങ്ങളുടെ അഡ്രസ്, അതെല്ലാം ഈ ഷിപ്മെൻറ്റിലുള്ള പിക്കപ്പ് ലൊക്കേഷൻ അല്ലെങ്കിൽ വെയർ ഹൗസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുക. അതിനായിട്ട് ഡാഷ്ബോർഡിൽ മെനുവിൽ ഷിപ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യാം. മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ 2 ഷിപ്മെൻ്റ് ആണ് ഉള്ളത്, ഡെലിവറിയും കസ്റ്റം ഷിപ്പിംഗ്. ഡെലിവറി ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, നമ്മുടെ എല്ലാ ഓർഡറും ജസ്റ്റ് 1 ക്ലിക്കിൽ ഡെലിവറി ആയിട്ട് സിങ്ക് ആവും. കസ്റ്റം ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം, ഇന്ത്യ പോസ്റ്റോ DTDCയോ ഏത് വഴി വേണമെങ്കിലും നമുക്ക് ഷിപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ഈസി ആയിട്ട് ലേബിൾ നമുക്ക് ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പിക്കപ്പ് ലൊക്കേഷൻ ആഡ് ചെയ്യുന്നപ്പോൾ ഞാനത് ഓണാക്കി സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുത്തു. ഒരു പിക്കപ്പ് ലൊക്കേഷൻ ആഡ് ചെയ്യുന്നു. ഞാൻ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വെയർ ഹൗസിൻ്റെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ID, പിക്കപ്പ് അഡ്രസ്സ്, റിട്ടേൺ അഡ്രസ്സ്, റിട്ടേൺ പിന്ന്, ലേബിൾ ടൈപ്പ് ഒരു സ്റ്റാൻഡേർഡ് ലേബിളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സേവ് ചെയ്യുന്നു. അപ്പോൾ പിക്കപ്പ് ലൊക്കേഷൻ ആഡ് ആയിട്ടുണ്ട്. സെറ്റ് ആസ് ഡിഫോൾട്ട് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ഈ വെയർ ഹൗസ് ആയിരിക്കും ഡിഫോൾട്ടായിട്ട് സെലക്ട് ആയി വരിക.